ഇത് കണ്ടോ, എന്റെ കല്യാണത്തിന് ഞാൻ എന്ത് വില കൊടുത്തു ഈ തീ പറക്കുന്ന സാധനം സെറ്റ് ചെയ്യും. സ്റ്റാർട്ടേഴ്സ് ഒക്കെ തന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന് തന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടേയിരുന്നു. ബൈ ദ വേ, ഇതാണ് ബൊക്കെ ടോസിംഗിന്റെ ഒരു ന്യൂ വേർഷൻ. റിബൺ മുറിച്ച് അടുത്ത അൺമാരിഡ് ആയിട്ടുള്ള ആളെ ഉടൻ വെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു മിത്ത്. പിന്നെ നമ്മുടെ ഇവിടത്തേക്ക് പോലെ ഫുഡിനല്ല അത്ര ഇമ്പോർട്ടൻസ്. ആൾക്കാർ ഫുൾ എൻജോയ്മെന്റ് ആണ്. വെഡിങ് ഇസ് ഫോർ സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രമല്ല, അതിനോട് ഫുൾ കൂറ് കൊളുത്തുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഫുൾ ഡാൻസിനൊപ്പം കൂടി. ഇവരുടെ ഗോവൻ ഡാൻസിന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ നിഷ്പ്രയാസം പഠിച്ചു. ഇടയ്ക്ക് വെച്ച് ലോറിയെങ്കിലും കൂടി. പരിപാടി മുന്നോട്ട് പോകുന്നതോറും ഡാൻസുകാരുടെ എണ്ണവും കൂടി. പബ്ലിക് ഡാൻസ് ഇഷ്ടമില്ലാത്ത എന്റെ അനിയത്തി ആ ഒരു സ്പേസിൽ ഒന്ന് ഡാൻസ് കളിക്കാൻ മടിയായിട്ട് സീറ്റിലിരുന്നൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇതെന്റെ അങ്കിളാണ്, ഈ ഗ്രീൻ ഷർട്ട്. പുള്ളിയൊക്കെ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ പോയി. നന്നായി ഡാൻസ് കളിച്ച് തളർന്നതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ കുറവൊന്നും വരുത്തിയില്ല. ഫുഡൊക്കെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാൻ തോന്നും. ഞാൻ എന്താ ഇത്രയും ഫുഡാണ് കഴിച്ചത്. ഗോവൻസിന്റെ മെയിൻ ഫുഡാണ് പോക്ക്. പോക്കിന്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് റൂമിലേക്ക്. മുംബൈയിലെ കൂടുതൽ വ്ളോഗ്സ് ഇനിയും വരാനുണ്ടേ. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.